ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗാദി സ്വർഗത്തിൽ ഇന്നും ജീവിക്കുന്ന, അനധിവിദൂര ഭാവിയിൽ അല്ലാഹുവിനെയും ജിബ്രിലിനെയും മുഹമ്മദിനെയും അടക്കം സകലതിനെയും ന്യായം വിധിക്കാനായി വീണ്ടും വരുന്ന സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാപികളെ രക്ഷിക്കുന്ന ആ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ സ്നേഹ വന്ദനങ്ങൾ. ഒരു ചെറിയ കഥയോടുകൂടെ ഈ വീഡിയോ ആരംഭിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. കഥ നടക്കുന്നത് അധികം വികസനമൊന്നും എത്തിയിട്ടില്ലാത്ത ഒരു ദ്വീപിലാണ്. ചെറിയൊരു ഗ്രാമം, ദ്വീപ് ഗ്രാമം. നാലു ചുറ്റും പുഴയായതുകൊണ്ട് കടത്തുവഞ്ചിയിൽ കയറി അക്കരെ എത്തിയതിനു ശേഷമേ ആളുകൾക്ക് സിറ്റിയിലേക്കും മറ്റും പോകാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പൊ ഈ ഗ്രാമവാസികൾക്ക് ആർക്കും ഈ കടത്തുവഞ്ചിക്കാരനെ ഇഷ്ടമല്ലായിരുന്നു. അതിന്റെ കാരണം അയാൾ ഒരിക്കലും കരയോട് ചേർന്ന് കടത്തുവഞ്ചി അടുപ്പിക്കുകയില്ല എന്നുള്ളതാണ്. പാദം നനയുന്ന വിധത്തിലെ അയാൾ വഞ്ചി നിർത്തുകയുള്ളൂ. എന്നിട്ട് യാത്രക്കാരോട് ഇറങ്ങി നടന്നോളാൻ പറയും. അപ്പൊ ആളുകളുടെ ഷൂവും ചെരുപ്പും ഒക്കെ നനയും. വഞ്ചി കരയോട് ഏറ്റവും അടുപ്പിച്ചാൽ ആളുകൾക്ക് കാല് നനയാതെ ഇറങ്ങിപ്പോകാം, നേരിട്ട് കരയിലേക്ക് കാല് കുത്താം. പക്ഷെ അയാൾ അതൊരിക്കലും ചെയ്യില്ല. അപ്പൊ എല്ലാവരും ഈ കടത്തുകാരനെ പ്രാഗിക്കൊണ്ടായിരിക്കും ഇറങ്ങിപ്പോകുക. അങ്ങനെ വർഷങ്ങൾ കുറെ കടന്നുപോയി. കടത്തുകാരൻ വൃദ്ധനായി മരണത്തോടടുത്തു. മരിക്കുന്നതിന് മുമ്പ് കടത്തുകാരൻ തന്റെ മകനെ അരികിൽ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു, എനിക്കൊരു അവസാന ആഗ്രഹമുണ്ട്, അത് സാധിപ്പിച്ചു തരാമെന്ന് നീ എനിക്ക് സത്യം ചെയ്തു തരണം. അച്ഛന്റെ അവസാന ആഗ്രഹമല്ലേ, എത്ര ബുദ്ധിമുട്ടിയിട്ടായാലും ഞാനത് നിറവേറ്റി തരാമെന്ന് മകൻ സത്യം ചെയ്തു കൊടുത്തു. അപ്പൊ കടത്തുകാരൻ പറഞ്ഞു, ഈ നാട്ടിലുള്ള ആർക്കും എന്നെ പറ്റി നല്ല അഭിപ്രായമില്ല, എന്നാൽ എൻ്റെ മരണശേഷം ഈ നാട്ടുകാർക്ക് എന്നെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാകുന്ന രീതിയിൽ നീ പ്രവർത്തിക്കണം എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ കടത്തുകാരന്റെ മകൻ ഞെട്ടിപ്പോയി. നാട്ടുകാർക്ക് മുഴുവനും തന്റെ പിതാവിനോട് നല്ല കലിപ്പുണ്ടെന്നും താൻ എങ്ങനെയൊക്കെ ഇവിടെ മാതൃകായോഗ്യമായ വിധത്തിൽ ജീവിച്ചാലും തന്നെക്കുറിച്ച് നാട്ടുകാർ നല്ല അഭിപ്രായം പറയുമെന്നല്ലാതെ അവരൊരിക്കലും തന്റെ അച്ഛനെ കുറിച്ച് നല്ല അഭിപ്രായം പറയില്ലെന്ന് അവന് നല്ലവണ്ണം അറിയാമായിരുന്നു. എങ്കിലും സത്യം ചെയ്തു പോയില്ലേ, എങ്ങനെയെങ്കിലും അത് നിറവേറ്റിയല്ലേ പറ്റൂ. അയാൾ കുത്തിയിരുന്ന് ആലോചിച്ച് അവസാനം ഒരു പോം വഴി കണ്ടെത്തി. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഈ കടത്തുകാരൻ മരിച്ചു. അപ്പൊ നാട്ടുകാർക്ക് സന്തോഷമായി, ഇനി കാലും ചെരുപ്പും ഒക്കെ നനയാതെ യാത്ര ചെയ്യാമല്ലോ എന്നോർത്തിട്ടാണ് നാട്ടുകാർക്ക് ആശ്വാസം. സന്തോഷം എന്നുള്ളതിനേക്കാൾ ഉപരി ആശ്വാസം. അങ്ങനെ അച്ഛന് പകരം മകൻ കടത്തുകാരനായിട്ട് എത്തി. രാവിലെ ആദ്യത്തെ ട്രിപ്പ് ആൾക്കാരെയും കൊണ്ട് മകൻ കടത്തു തോണി തുഴഞ്ഞ് അക്കരയ്ക്ക് പോയി. തോണി അക്കരെ ഏതാണ്ട് മുട്ടൊപ്പം വെള്ളത്തിലെത്തിയപ്പോ ഈ മകൻ പറയുകയാണ്, മകനാണല്ലോ ഇപ്പോഴത്തെ കടത്തുകാരൻ, അവൻ പറയുകയാണ്, അങ്ങനെ കടവെത്തി എല്ലാവരും ഇറങ്ങിക്കോന്ന്. യാത്രക്കാർ ആകെ അന്തം വിട്ടു. മുട്ടൊപ്പം വെള്ളത്തിൽ ഇറങ്ങാനോ? അവർ പ്രതിഷേധിച്ചു. നിന്റെ അച്ഛൻ കാൽപാദം മുങ്ങുന്ന അത്രയും വഞ്ചി കരയോട് അടുപ്പിക്കാറുണ്ടായിരുന്നു, നീ ഇവിടെ ഞങ്ങളെ മുട്ടപ്പം വെള്ളത്തിലാണോ ഇറക്കി വിടുന്നത് എന്ന് ചോദിച്ചപ്പോ മോൻ പറയാ, അതെ, എന്നെ സംബന്ധിച്ച് ഇതാണ് ഇറങ്ങാനുള്ള ഇടം, എല്ലാവരും ഇവിടെ ഇറങ്ങിക്കൊന്നു. അതോടെ യാത്രക്കാർ മുഴുവൻ അവനെ പ്രാഗിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി കരയിലേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടക്കുന്നതിനിടയിൽ യാത്രക്കാർ തമ്മി പറയുന്നത് മകൻ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാണ് അവർ പറഞ്ഞതെന്നറിയാമോ? ഇവന്റെ അച്ഛൻ എത്ര നല്ല മനുഷ്യനായിരുന്നു, അദ്ദേഹം നമ്മുടെ കാൽപാദം മാത്രമേ നനയിപ്പിച്ചിരുന്നുള്ളൂ, ഇവൻ എന്തൊരു ദുഷ്ടനാ, നമ്മുടെ കാൽമുട്ട് വരെയല്ലേ അവൻ നനയിപ്പിക്കുന്നതെന്ന്. അങ്ങനെ അച്ഛനുണ്ടായിരുന്ന ചീത്തപ്പേര് മകൻ മാറ്റിക്കൊടുത്തു. ഇതാണ് കഥ. ഞാൻ ഈ കഥ പറഞ്ഞത് എന്തിനാണെന്ന് നിങ്ങളിൽ പലർക്കും മനസ്സിലായി കാണില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് സംഗതി എന്താണെന്ന് വിവരിക്കാം. ഇത്രയും കാലം ഞങ്ങൾ അവഗണിച്ചു വിട്ടിരുന്ന മുഹമ്മദ് ഈസയെ സിനിമയിലെടുക്കാൻ കാരണം എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം വിവരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ബ്രദർ ജെയിംസ് വർഗീസ് IAS-ഉം ബ്രദർ ജോർജ് കോശിയും ഞാനും കൂടി നടത്തിയ ചർച്ചകൾ ലൈഫ് ഫോക്കസ് എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം അതിന് പ്രതികരണവുമായി വന്ന മുഹമ്മദ് ഈസ, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ രണ്ടു പേരെയും പരിഹസിക്കുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് മുഹമ്മദ് ഈസയുടെ വീഡിയോയ്ക്ക് ഞാൻ ഖണ്ഡന വീഡിയോകൾ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. എന്നാൽ ആ പരമ്പരയിലെ ആദ്യത്തെ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് തൊട്ട് തലേ ദിവസം നിഷ്പക്ഷ നിലപാട് എന്നും പറഞ്ഞു നടക്കുന്ന ഡോക്ടർ അനിൽ മുഹമ്മദ് എന്ന വ്യക്തി അയാളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത 15 മിനിറ്റും 21 സെക്കൻഡുമുള്ള ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മുഹമ്മദ് ഈസയൊക്കെ എത്ര ഡീസന്റ് ആണ് എന്നെനിക്ക് മനസ്സിലായത്. ഞങ്ങളുടെ വീഡിയോക്കെതിരെ ആശയപരമായി എന്തെങ്കിലും പറയാനുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഡോക്ടർ അനിൽ മുഹമ്മദിന്റെ വീഡിയോ കണ്ടത്. പക്ഷേ പുച്ഛവും പരിഹാസവും വ്യക്തി അധിക്ഷേപവും പിന്നെ
പെരിച്ചാഴി പുന്നല്ല് കാണുമ്പോഴുണ്ടാകുന്ന ഒരു ചിരിയുണ്ടല്ലോ, ഇളി, അതുപോലത്തെ ഇളിഞ്ഞ ചിരിയും അല്ലാതെ വേറെ ഒന്നും ഡോക്ടർ അനിൽ മുഹമ്മദിന്റെ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല. സാമ്പിളിന് ഞാനൊരു ക്ലിപ്പ് നിങ്ങളെ കാണിക്കാം. ഇവിടെ വളരെ വിദഗ്ധമായ ചില നിരീക്ഷണങ്ങളുമായി നമ്മുടെ അനിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ചരിത്രകാരൻ, അപ്പോളജിസ്റ്റ്, ഇപ്പോളജിസ്റ്റ് ആൻഡ് നിപ്പോളജിസ്റ്റ് തുടങ്ങിയ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഒരാൾ വളരെ ഘനഗാംഭീര്യമുള്ള ഒരു സിദ്ധാന്തവുമായി രംഗത്തെത്തുകയുണ്ടായി. അതിന് സാക്ഷിയായി ഇരിക്കുന്നതാകട്ടെ ജെയിംസ് വർഗീസ് എന്ന് പറയുന്ന ഒരു മുൻ IAS ഉദ്യോഗസ്ഥനും പിന്നെ വേറൊരു കോശി എന്ന് പറയുന്ന അദ്ദേഹവും. ഇവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ ഒരാൾ കാലിൻ്റെ പുറത്ത് കാല് കയറ്റി അയ്യപ്പനെ അഭിമുഖം നടത്തുന്നുവെങ്കിലും അയ്യപ്പൻ പറയുന്നതെല്ലാം മിണുങ്ങുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ താഴെ ഇരിക്കുകയും അയ്യപ്പനെ കസേരയിലിരുത്തുകയുമാണ് ചെയ്യേണ്ടത്. അത്ര പരമയോഗ്യരാണ് നിങ്ങൾ. ഡോക്ടർ അനിൽ മുഹമ്മദിന്റെ ഇളി കണ്ടോ? പൊട്ടന് ഓണേഴ്സ് അടിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെയുള്ള ഇളി ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. മുഹമ്മദ് ഈസയും തന്റെ വീഡിയോയിൽ ബഹുമാനപ്പെട്ട ജെയിംസ് വർഗീസ് അങ്കിളിനെയും ജോർജ് ജോഷ് അങ്കിളിനെയും ഒക്കെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട്, ശരിയാ. പക്ഷെ ഡോക്ടർ അനിൽ മുഹമ്മദിന്റെ വീഡിയോ കണ്ടതോടെ ഈ മുഹമ്മദ് ഈസ എക്സ്ട്രാ ഡീസന്റ് ആണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. സത്യമാണ്, അതുപോലെ ഞാൻ ചിന്തിച്ചു പോയി, എത്ര ഡീസന്റ് ആണ് ഈസ എന്നൊക്കെ. പിന്നെ കുറെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം എന്നുള്ള കാര്യം. അനിൽ മുഹമ്മദ് ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞാലും അയാൾക്കുള്ളത് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ബാക്ക്ഗ്രൗണ്ടാണ്. എതിരാളികളിൽ നിന്ന് ചോദ്യം വരുമ്പോൾ അതിന് ഉത്തരം പറയാൻ കഴിയാതെ ബബ്ബ അടിക്കുന്ന മുഹമ്മദിനെയും മുഹമ്മദിന്റെ ആ ഗതികേടിൽ മുഹമ്മദിനെ സഹായിക്കാൻ കഴിയാതെ വെപ്രാളപ്പെടുന്ന അല്ലാഹുവിനെയുമാണ് നമ്മൾ ഇസ്ലാമിൽ കാണുന്നത്. എതിരാളികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതാകുമ്പോൾ അവരെ തെറി വിളിക്കുകയും വ്യക്തിഹത്യ നടത്തുകയും ചെയ്യുന്ന ഭൂലോക പരിഹാസിയായ മുഹമ്മദിന്റെ ഹദീസുകളും വിറകു ചുമട്ടുകാരിയെന്നും ഏഷണിക്കാരനും പിഴച്ചുപറ്റവനെന്നുമൊക്കെ ആയത്തുകൾ ഇറക്കി എല്ലായ്പ്പോഴും മുഹമ്മദിന്റെ ഈ വൃത്തികേടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ വചനങ്ങളുമാണ് ഈ അനിൽ മുഹമ്മദ് കുട്ടിക്കാലം മുതലേ പഠിച്ചിട്ടുള്ളത്. അപ്പോ ഈ ഡോക്ടർ അനിൽ മുഹമ്മദിന്റെ വ്യക്തിത്വം രൂപപ്പെട്ടു വരുന്ന സമയത്ത് അയാളെ സ്വാധീനിച്ചിട്ടുള്ളത് ഖുർആനും ഹദീസുകളുമാകുന്ന വൃത്തികേടുകളാണ്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ആയിരിക്കുന്നത്. എന്നാൽ നേരെ തിരിച്ചാണ് മുഹമ്മദ് ഈസയുടെ കാര്യം. മുഹമ്മദ് ഈസയ്ക്ക് ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലം. മുഹമ്മദ് ഈസ ഒരു മുൻ ക്രിസ്ത്യാനിയാണ്. കുട്ടിക്കാലത്ത് സൺഡേ സ്കൂളിൽ പോയിരുന്നത് കൊണ്ട് ബൈബിളിലെ മൂല്യങ്ങളും സന്മാർഗവുമാണ് മുഹമ്മദ് ഈസയുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കാൻ ഏറെ സ്വാധീനിച്ചിട്ടുള്ളതും സഹായിച്ചിട്ടുള്ളതും. ഇസ്ലാമിലേക്ക് പോയതോടെ മുഹമ്മദ് ഈസയുടെ ഉള്ളിലുണ്ടായിരുന്ന മൂല്യങ്ങളും മറ്റും കറപ്റ്റഡായി തീർന്നിട്ടുണ്ടെങ്കിലും ഇസ്ലാം എന്ന കാളകൂട വിഷം ആ ക്രൈസ്തവ മൂല്യങ്ങളെ കുറേയേറെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈസയുടെ ഉള്ളിൽ നിന്ന് ആ ക്രൈസ്തവ മൂല്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല. അതുകൊണ്ടാണ് ഡോക്ടർ അനിൽ മുഹമ്മദിന്റെ നിലവാരത്തിലേക്ക് മുഹമ്മദ് ഈസയ്ക്ക് തരം താഴാൻ പറ്റാഞ്ഞത്. മദ്രസാ പൊട്ടൻ എപ്പോഴും മദ്രസാ പൊട്ടന്റെ നിലവാരമേ കാണിക്കുകയുള്ളൂ. എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും എത്ര ഡോക്ടറേറ്റ് നേടിയാലും. അതിന് നല്ല ഉത്തമ ഉദാഹരണമാണ് ഡോക്ടർ അനിൽ മുഹമ്മദ്. ഈ ഡോക്ടർ അനിൽ മുഹമ്മദ് 2-3 കൊല്ലം മുമ്പ് ഫാദർ സേവ്യർ ഖാൻ വട്ടായിലിനെ ഒന്ന് ചൊറിഞ്ഞപ്പോ ട്രൂത്ത് ഫൈറ്റേഴ്സ് ചെറുതായിട്ടൊന്ന് മാന്തി വിട്ടതാണ്. അതോടെ അനിൽ മുഹമ്മദ് കട്ടയും പടവും മടക്കി നല്ല കുട്ടിയായി തീർന്നതുമാണ്. എന്നാൽ അന്നത്തെ സാഹചര്യമല്ല ഇന്നുള്ളത്. ഇന്ന് ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന ഒന്നല്ല. പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾക്ക്, അതിൽ തന്നെ അനാബാപ്റ്റിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് ഈ ചാനൽ നിലകൊള്ളുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ കുറെ കാലമായി ഡോക്ടർ അനിൽ മുഹമ്മദ് പട്ടുത്വ സഭകളിലെ നേതൃസ്ഥാനത്തിരിക്കുന്നവരെ ചൊറിയുന്നത് ഞാൻ കാണുന്നുണ്ടായിട്ടും അതിന് മറുപടി പറയണം എന്നൊരു ചിന്ത പോലും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല. അവരുടെ അപ്പോളജിസ്റ്റുകൾ ഉണ്ടല്ലോ, പെന്തോമുക്ത ഇന്ത്യയാണ് ഞങ്ങളുടെ ലക്ഷ്യം, പെന്തക്കോസ്തുകാരെ ഈ രാജ്യത്ത് നിന്ന് ഞങ്ങൾ അടിച്ചോടിച്ച് പെന്തോരഹിത ഭാരതമാക്കി ഞങ്ങൾ ഈ നാടിനെ മാറ്റും, പെന്തക്കോസ്തുകാരെ കണ്ടാൽ കത്തോലിക്കർ പള്ളയ്ക്ക് കത്തി കയറ്റുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കുമെന്നൊക്കെ ക്ലബ് ഹൗസിൽ റൂമുകളിട്ട് ഘോരഘോരം ഉദ്ഘോഷിക്കുന്ന റോമൻ കത്തോലിക്ക അപ്പോളജിസ്റ്റുകൾ ഉണ്ടല്ലോ, അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. അപ്പൊ അവരുടെ ബിഷപ്പുമാരെ ആക്ഷേപിച്ചുകൊണ്ട് ഡോക്ടർ അനിൽ മുഹമ്മദ് ഇറക്കിയ വീഡിയോകൾക്കുള്ള മറുപടി അവര് കൊടുക്കട്ടെ. എനിക്കതിനകത്ത് എന്ത് കാര്യം എന്ന് ചിന്തിച്ച് ഞാൻ ആ ഭാഗത്തേക്കേ ശ്രദ്ധിക്കാതെ അനിൽ മുഹമ്മദിനെ ഒഴിവാക്കി വിട്ടിരുന്നതാണ്. ഈ അകലെ പോകുന്നവനെ അരികത്ത് വിളിച്ചാൽ അരക്കാത്തൊട്ട് ഛേദം എന്നാണ് കാർന്നവന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്തിനാ വെറുതെ അങ്ങനെ ഒരു ഛേദം സഹിക്കാൻ നിൽക്കുന്നത്? അവരുടെ തെയ്യം, അവരുടെ മഞ്ഞക്കുറി, അവരുടെ ഇഷ്ടത്തിൽ എന്ത് വേണമെങ്കിലും ആകട്ടെ, നമുക്ക് അതിനകത്ത് ഒരു റോളും ഇല്ല എന്ന് പറഞ്ഞാൽ വിട്ടതാണ്. 3 കൊല്ലം മുമ്പ് ട്രൂത്ത് ഫൈറ്റേഴ്സ് മാന്തി വിട്ടതോടെ ഡോക്ടർ അനിൽ മുഹമ്മദിനും കാര്യം ശരിക്കും പിടികിട്ടിയിരുന്നു. അതുകൊണ്ട്
TF-നെതിരെ പിന്നീട് ഒരക്ഷരം മിണ്ടാതിരിക്കാനുള്ള വിവേകം അയാൾ കാണിച്ചിരുന്നു. എന്നാൽ ഇപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ജെയിംസ് വർഗീസ് അങ്കിളും ജോർജ് ജോഷ് അങ്കിളും ഞാനും കൂടി ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ ചരിത്ര പശ്ചാത്തലം വിവരിച്ചുകൊണ്ട് ഇറക്കിയ 80 മിനിറ്റിലധികമുള്ള 2 വീഡിയോകളിൽ നിന്ന് 8 സെക്കൻഡ് ക്ലിപ്പ് എടുത്തുകൊണ്ട് വന്ന് ആ 8 സെക്കൻഡിൽ പറഞ്ഞ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് മുഹമ്മദ് ഈസ എന്നെ വെല്ലുവിളിക്കുകയും, സുബോധമുള്ള ഏതൊരാളെയും പോലെ ഞാൻ ആ സംവാദ പ്രഹസനത്തെ അവഗണിച്ചു വിടുകയും ചെയ്തതിനു ശേഷം മുഹമ്മദ് ഈസ എനിക്കെതിരെ വീഡിയോ ഇറക്കി ഏതാണ്ട് ഒരാഴ്ചയോളം കഴിഞ്ഞിട്ടും അതിനൊരു മറുപടി വീഡിയോ ഞങ്ങളുടെ ഭാഗത്തു നിന്നും വന്നിരുന്നില്ല. 3 കൊല്ലം മുമ്പ് ഞങ്ങളിൽ നിന്നും കിട്ടിയ അടിയുടെ വേദന ഇപ്പോഴും ഉള്ളിൽ ഒതുക്കി കൊണ്ടു നടക്കുന്ന ഡോക്ടർ അനിൽ മുഹമ്മദ് ഇത് നല്ലൊരു അവസരമായി കണ്ടു. ഡോക്ടർ അനിൽ മുഹമ്മദ് വിചാരിച്ചത് ഞങ്ങൾക്ക് മറുപടിയില്ലാത്തത് കൊണ്ടാണ് ആ വീഡിയോക്ക്, ഈസയുടെ വീഡിയോക്ക് ഞങ്ങൾ മറുപടി പറയാതെ മിണ്ടാതിരിക്കുന്നതെന്നായിരുന്നു. അതുകൊണ്ട് തിരിച്ച് ഞങ്ങൾ പ്രതികരിക്കുമെന്ന ഭയം ഇനി വേണ്ട, ഞങ്ങൾക്ക് മറുപടി ഇല്ലല്ലോ, ഞങ്ങൾ മിണ്ടില്ലല്ലോ എന്നാണ് ആ പുള്ളിക്കാരൻ വിചാരിച്ചത്. അപ്പൊ ഇനി തിരിച്ചുള്ളൊരു പ്രതികരണം ഉണ്ടാകുമെന്നുള്ളൊരു പേടിയും ഇല്ലാതെ ഞങ്ങളെ അടിക്കാം. 3 കൊല്ലം മുമ്പ് വാങ്ങിച്ചു കൂട്ടിയത് ഇപ്പൊ തിരിച്ചു കൊടുക്കാമെന്നൊക്കെ ഡോക്ടർ അനിൽ മുഹമ്മദ് വ്യാമോഹിച്ചു. ആ വ്യാമോഹത്തിന്റെ അനന്തരഫലമായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോയുമായി ഡോക്ടർ അനിൽ മുഹമ്മദ് രംഗത്ത് വന്നത്. പക്ഷേ മനം കൊണ്ട് മാല കിട്ടിയാൽ അത് കഴുത്തിലിടാൻ പറ്റില്ല എന്ന് മാത്രം ഡോക്ടർ അനിൽ മുഹമ്മദ് തിരിച്ചറിഞ്ഞില്ല. മുഹമ്മദ് ഈസയുടെ വീഡിയോയ്ക്ക് മറുപടി കൊടുക്കാൻ വൈകിയത് എന്റെ ചില തിരക്കുകൾ കാരണമായിരുന്നു. കാരണം ഇത് ക്രിസ്മസ് വെക്കേഷന്റെ സമയമായതുകൊണ്ട് ചില യുവജന ക്യാമ്പുകളിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ പോകേണ്ടതുണ്ടായിരുന്നു. ക്യാമ്പുകൾ കഴിഞ്ഞു വന്നപ്പോൾ വൈഫിന് പനിയും മറ്റുമൊക്കെയായി അങ്ങനെയും കുറച്ച് ദിവസങ്ങൾ പോയി. അത് കഴിഞ്ഞ് സമയം കിട്ടിയപ്പോഴാണ് ആ വീഡിയോ പരമ്പരയുടെ ആമുഖ വീഡിയോ ചെയ്യാൻ പറ്റിയത്. സത്യം പറഞ്ഞാൽ ഈസയുടെ വീഡിയോയ്ക്ക് മറുപടി വീഡിയോ ഇറക്കാൻ പറ്റാതെ ഓരോരോ തടസ്സങ്ങൾ മുന്നിൽ വന്നപ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ദൈവം എന്താണ് ഓരോ തടസ്സങ്ങൾ അനുവദിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഡോക്ടർ അനിൽ മുഹമ്മദിന്റെ വീഡിയോ ഇറങ്ങിയപ്പോഴാണ് ഈസയ്ക്കുള്ള മറുപടി വീഡിയോ ഇറക്കാൻ പറ്റാതെ ഓരോരോ തടസ്സങ്ങൾ ദൈവം അനുവദിച്ചതിന്റെ പുറകിലുള്ള ആ ഉദ്ദേശം, ദൈവത്തിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായത്. ഈസയുടെ വീഡിയോയ്ക്ക് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ മറുപടി വീഡിയോ പരമ്പര ചെയ്യാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഈ ഡോക്ടർ അനിൽ മുഹമ്മദ് ഇത്രയും നാളും ചെയ്തു വന്നതുപോലെ കണ്ണടച്ച് മിണ്ടാതിരുന്നേനെ. പക്ഷെ ഞങ്ങൾ അങ്ങനെ വീഡിയോ ഇറക്കാതിരുന്നത് കൊണ്ട് എന്താണ് സംഭവിച്ചത്? വേപ്പിൻകുരുവിന് സാക്ഷി കാഞ്ഞിരക്കുരു എന്ന് കാരണവന്മാര് പറയുന്നത് പോലെ മുഹമ്മദ് ഈസയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അനിൽ മുഹമ്മദ് വന്നിരിക്കുന്നു. വേപ്പിൻകുരുവിന്റെ കയ്പ് നമുക്കറിയാം. എന്നാൽ കാഞ്ഞിരക്കുരുവിന്റെ കയ്പിന് മുമ്പിൽ വേപ്പിൻകുരുവിന്റെ കയ്പ് ഒന്നുമല്ല. ഈ വേപ്പിൻകുരുവിന് നല്ല മധുരമുണ്ടല്ലോ എന്ന് വരെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു പോകും കാഞ്ഞിരക്കുരുവിന്റെ കയ്പിന് മുമ്പിൽ. അങ്ങനെയാണ് സംഗതി. ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തികൾക്ക് നേരെയുള്ള മുഹമ്മദ് ഈസയുടെ പുച്ഛവും പരിഹാസവും കണ്ടപ്പോഴാണ് ഈസയ്ക്ക് മറുപടി കൊടുക്കാം എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഡോക്ടർ അനിൽ മുഹമ്മദിന്റെ പുച്ഛവും പരിഹാസവും വ്യക്തി അധിക്ഷേപവും ഇളിയും കണ്ടപ്പോൾ മുഹമ്മദ് ഈസ വളരെ മാന്യനാണല്ലോ എന്ന് അടുത്ത വീഡിയോയിൽ തന്നെ ഞങ്ങൾക്ക് പരസ്യമായി പറയേണ്ട സ്ഥിതിയായി. അതാണ് സത്യം. ഇപ്പൊ ഞങ്ങളെ കൊണ്ട് അത് പറയിപ്പിച്ചല്ലോ. ഏതായാലും ഡോക്ടർ അനിൽ മുഹമ്മദിന്റെ 15 മിനിറ്റും 21 സെക്കൻഡുമുള്ള വീഡിയോയിൽ നിന്നും ഞാൻ 26 ക്ലിപ്പുകളാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ദൈവം അനുവദിച്ചാൽ അന്നത്തിന്റെ ബലവും ആയുസ്സിന്റെ ശക്തിയും ഉണ്ടെങ്കിൽ ഈ 26 ക്ലിപ്പുകൾക്കും നല്ല വിശദമായി തന്നെ മറുപടി വീഡിയോകൾ വരും. കാരണം ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് യാതൊന്നും അറിയാത്ത ആളാണ് ഡോക്ടർ അനിൽ മുഹമ്മദ് എന്ന് ആ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. നല്ല ചെമ്പുകലത്തിൽ പുന്നല്ലിനോടൊപ്പമിട്ട് പുഴുങ്ങി പനമ്പായിലിട്ട് ഉണക്കിയെടുത്ത വള്ളിച്ചൂരലാണ് ഡോക്ടർ അനിൽ മുഹമ്മദിന്റെ വീഡിയോ. ആ വള്ളിച്ചൂരൽ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടു തന്ന് ഷർട്ടും മൂരി മുതുകം കാണിച്ച് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് അടിച്ചോ എന്തോരം വേണമെങ്കിലും അടിച്ചോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടിക്കാതിരിക്കോ? ഞങ്ങൾ അടിക്കാതിരിക്കോ? മുരട്ട് കഴുതയ്ക്ക് മുളവടി പൊട്ടും വര അടി എന്നാണ് എന്റെ കാരണവന്മാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ പാഠം ഞാൻ മരണം വരെ മറക്കുകയില്ല. അടി തുടങ്ങുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്ന അമിതാത്മീയരായ ആൾക്കാർക്ക് വേണ്ടി ഞാൻ ചില ബൈബിൾ വാക്യങ്ങൾ തരാം. സദൃശവാക്യങ്ങൾ 19:29. പരിഹാസികൾക്കായി ശിക്ഷാവിധിയും മൂഢന്മാരുടെ മുതുകിന് തല്ലും ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. സദൃശവാക്യങ്ങൾ 19:29. മൂഢന്മാരുടെ മുതുകിന് തല്ല്. ഇനി സദൃശവാക്യം 26:3. കുതിരയ്ക്ക് ചമ്മട്ടി, കഴുതയ്ക്ക് കടിഞ്ഞാൺ, മൂഢന്മാരുടെ മുതുകിന് വടി. മൂഢന്മാരുടെ മുതുകിന് വടി. മൂഢന്മാരുടെ മുതുകിന് വടി വെക്കുന്ന പരിപാടിയാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാനൊരു അമിത ആത്മീയനല്ലാത്തത് കൊണ്ട് മൂഢന്മാരുടെ മുതുകിന് തല്ലുമ്പോൾ ഒരു മയവുമില്ലാതെ തല്ലും.
അക്ഷരികമായതല്ല, ആശയപരമായ തല്ലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത്തരം കൂട്ടരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 26-ാം അധ്യായം സദൃശവാക്യം 26-ന്റെ തൊട്ട് താഴെ 3-ാം വാക്യത്തിന് താഴെ 4-5 വാക്യങ്ങളിൽ നീയും മൂഢനെ പോലെ ആകാതിരിക്കേണ്ടതിന് അവന്റെ ഭോഷത്വം പോലെ അവനോട് ഉത്തരം പറയരുത്. മൂഢന് താൻ ജ്ഞാനി എന്ന് തോന്നാതിരിക്കേണ്ടതിന് അവന്റെ ഭോഷത്വത്തിന് ഒത്തവണ്ണം അവനോട് ഉത്തരം പറയുക എന്നാണ് സദൃശവാക്യം 26-ന്റെ 4-5 കൽപ്പിച്ചിട്ടുള്ളത്. ആ കൽപ്പന അനുസരിച്ച് ഡോക്ടർ അനിൽ മുഹമ്മദിനും മറ്റ് മദ്രസാ പുട്ടന്മാർക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ആത്മീയതയുമായി അത് ഒത്തുപോകുന്നില്ലെന്ന് തോന്നുന്നെങ്കിൽ ഈ വീഡിയോ കാണുന്നത് ഇവിടെ വെച്ച് നിങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. കാരണം ഈ മദ്രസാ പൊട്ടന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്നെ ഉപദേശിക്കാൻ വരാൻ സാധ്യതയുണ്ട്. ആ ഉപദേശം കേൾക്കാൻ തൽക്കാലം എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് വീഡിയോ കാണുന്നത് ഇവിടെ വെച്ച് നിർത്തിക്കോ എന്ന് ഞാൻ പറഞ്ഞത്. നമുക്കിനി വിഷയത്തിലേക്ക് കടക്കാം. നിഷ്പക്ഷ നിലപാട് എന്ന പേരുമിട്ട് പരസ്യമായി ഇസ്ലാമിക പക്ഷത്തിനു വേണ്ടി സംസാരിക്കുന്ന ഈ നിഷ്പക്ഷോളജിസ്റ്റ് ഡോക്ടർ അനിൽ മുഹമ്മദ് എന്ത് നിഷ്പക്ഷനാണെന്നാണ് പറയുന്നത്? ഇയാൾ നിഷ്പക്ഷനല്ല. നിഷ്കനും നിഷ്കന്ധനും നിഷ്കർമ്മനും നിഷ്കിഞ്ചനും നിഷ്കുലനും നിഷ്ക്രാന്തനും നിഷ്കുഷിതനും നിഷ്ട്യനും നിഷ്പുരുഷനിൽ നിന്ന് നിഷ്പന്നനായ നിഷ്പ്രജ്ഞനും നിഷ്പാദബുദ്ധിയും നിഷ്കാലനം ചെയ്യുന്ന നിഷ്കണ്ടകനും തന്റെ നിഷ്പത്തി എങ്ങനെയെന്നറിയാത്തവനും നിശ്ശമ ജീവിതത്തിൽ നിഷ്ണാതനായവനും അഷ്ടിക്ക് വകയില്ലാതാകുമ്പോൾ നിഷ്ഠീവിതം ഭക്ഷിക്കുന്നവനുമായ ഒരു നിഷ്കു ജംഗ്ഷൻ കാക്കാൻ മാത്രമാണ്. അതിലപ്പുറം ഒന്നുമല്ല ഡോക്ടർ അനിൽ മുഹമ്മദ്. അതുകൊണ്ട് തന്നെ ഈ നിഷ്പൻ സുഡുവിന് പബ്ലിക്കിൽ സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ ബഹുമാനത്തോടെ സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് യാതൊരു പിടിയുമില്ല. ആരെയെങ്കിലും എതിർത്തുകൊണ്ട് സംസാരിക്കേണ്ടി വരുമ്പോൾ എതിരാളിയുടെ പേര് വിളിച്ചാണ് സംസാരിക്കേണ്ടത്, അല്ലാതെ എതിരാളിയുടെ അപ്പന്റെ പേര് വിളിച്ചല്ല സംസാരിക്കേണ്ടതെന്ന് ഈ നിഷ്പക്ഷുഡായിപ്പിസ്റ്റിനെ അവന്റെ ഉപ്പയോ ഉമ്മയോ ഉസ്താദോ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ആ വളർത്തുദോഷം ഈ നിഷ്പീഡിതന്റെ സംസാരത്തിൽ ഉടനീളമുണ്ട്. ആ ക്ലിപ്പ്, നേരത്തെ കേൾപ്പിച്ച ക്ലിപ്പ് ഞാൻ ഒരു വട്ടം കൂടി കേൾപ്പിക്കാം. ഇവിടെ വളരെ വിദഗ്ധമായ ചില നിരീക്ഷണങ്ങളുമായി നമ്മുടെ അനിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ചരിത്രകാരൻ, അപ്പോളജിസ്റ്റ്, ഇപ്പോളജിസ്റ്റ് ആൻഡ് നിപ്പോളജിസ്റ്റ് തുടങ്ങിയ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഒരാൾ വളരെ ഘനഗാംഭീര്യമുള്ള ഒരു സിദ്ധാന്തവുമായി രംഗത്തെത്തുകയുണ്ടായി. അതിന് സാക്ഷിയായി ഇരിക്കുന്നതാകട്ടെ ജെയിംസ് വർഗീസ് എന്ന് പറയുന്ന ഒരു മുൻ IAS ഉദ്യോഗസ്ഥനും പിന്നെ വേറൊരു കോശി എന്ന് പറയുന്ന അദ്ദേഹവും. ഇവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ ഒരാൾ കാലിൻ്റെ പുറത്ത് കാല് കയറ്റി അയ്യപ്പനെ അഭിമുഖം നടത്തുന്നുവെങ്കിലും അയ്യപ്പൻ പറയുന്നതെല്ലാം മിണുങ്ങുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ താഴെ ഇരിക്കുകയും അയ്യപ്പനെ കസേരയിൽ ഇരുത്തുകയുമാണ് ചെയ്യേണ്ടത്. അത്ര പരമയോഗ്യരാണ് നിങ്ങൾ. കേട്ടല്ലോ, ഇവൻ എന്നെ വിളിക്കുന്നത് അയ്യപ്പനെന്നും ജോർജ് കോശി അങ്കിളിനെ വിളിക്കുന്നത് കോശി എന്നുമാണ്. ഇവൻ തമിഴനൊന്നുമല്ലല്ലോ, മലയാളി എന്നും പറഞ്ഞ് നടക്കുന്നവനല്ലേ. തമിഴനാണെങ്കിൽ ഓക്കെ, ഇവന്റെ ഈ വിളി എനിക്ക് മനസ്സിലാകും. തമിഴന്മാർ പിതാവിന്റെ പേര് ആദ്യവും സ്വന്തം പേര് അവസാനവുമാണ് വെക്കുക. ഇപ്പൊ മുൻ മുഖ്യമന്ത്രി, തമിഴ്നാട് മുഖ്യമന്ത്രി കരുണാനിധിയുടെ പിതാവിന്റെ പേര് മുത്തുവേൽ എന്നാണ്. അദ്ദേഹം മലയാളി ആയിരുന്നെങ്കിൽ കരുണാനിധി മുത്തുവേൽ എന്ന് വെച്ചേനെ. പക്ഷെ തമിഴനായതുകൊണ്ട് മുത്തുവേൽ കരുണാനിധി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇഷ്ടംപോലെ ആളുകളുണ്ട് അങ്ങനെ. ഇപ്പൊ നമുക്ക് പരിചയമുള്ള ആളുകൾ, പ്രശസ്തരായവര്, വിശ്വനാഥൻ ആനന്ദിന്റെ കാര്യം നോക്കുക. വിശ്വനാഥൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ്, ആനന്ദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതുപോലെ രവിചന്ദ്രൻ, അശ്വിൻ, കൃഷ്ണമാചാരി, ശ്രീകാന്ത്, സതഗോപൻ, രമേശ് തുടങ്ങി നമുക്ക് പേരറിയാവുന്ന ഏത് തമിഴനെ എടുത്താലും പിതാവിന്റെ പേര് ആദ്യവും സ്വന്തം പേര് രണ്ടാമതുമാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ നിഷ്പക്ഷുഡായിപ്പിസ്റ്റ് നിഷ്കന്ധൻ ഡോക്ടർ അനിൽ മുഹമ്മദ് തമിഴനല്ലല്ലോ, മലയാളിയല്ലേ. മലയാളികൾ സ്വന്തം പേര് ആദ്യവും പിതാവിന്റെ പേര് പുറകിലുമാണ് വയ്ക്കുക. അത് ഇവൻ അറിയാത്തതല്ല, മനഃപൂർവ്വം പിതാവിന്റെ പേര് വിളിക്കുന്നതാണ് ഇവൻ. എതിർത്ത് നിന്ന് സംസാരിക്കുന്നവരുടെ അപ്പനെ വിളിക്കുന്നത് മുസ്ലിങ്ങളുടെ സഹജ സ്വഭാവമാണ്. ഡോക്ടറൊക്കെ ആയെങ്കിലും മദ്രസാ സംസ്കാരത്തിൽ നിന്ന് ഉത്ഭൂതമായ നിഷ്കന്ധ വ്യക്തിത്വവുമായി നടക്കുന്ന ഈ നിഷ്കുഷിതൻ ഡോക്ടർ അനിൽ മുഹമ്മദിനും ആ സഹജ സ്വഭാവം കൈമോശം വന്നിട്ടില്ല. മറ്റാളുകളുമായി ഇടപെടുമ്പോൾ ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു ബൈബിൾ വാക്യമുണ്ട്. എന്റെ കർത്താവ് പറഞ്ഞിട്ടുള്ള വാക്യമാണ് മത്തായി 7:12. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതുതന്നെ എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്ന് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തെ മൊത്തത്തിൽ ഉദ്ദേശിച്ചിട്ടാണ്. പഴയ നിയമത്തിലും ഇനി പുതിയ നിയമത്തിലായാലും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് മറ്റു മനുഷ്യരോട് ഇടപെടുന്ന കാര്യത്തിൽ നിങ്ങൾ ഇതാണ്, ഈ ലെവലിലാണ് നിങ്ങൾ പോകേണ്ടത്. അവർ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളത് അവർക്ക് ചെയ്തു കൊടുക്കണം. അപ്പൊ മറ്റുള്ളവർ എന്നോട് നല്ല രീതിയിൽ ഇടപെടണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നത് കൊണ്ട്
എല്ലാ മനുഷ്യരോടും ഞാൻ എപ്പോഴും ആരംഭത്തിൽ തന്നെ നല്ല രീതിയിലായിരിക്കും ഇടപെടുക തുടക്കത്തിൽ. പക്ഷെ തിരിച്ചവരെന്നോട് ഇടപെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നോടുള്ള എന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്ന് ഞാൻ തീരുമാനിക്കുന്നത്. അവർ എന്നോട് മാന്യമായിട്ടാണ് ഇടപെടുന്നതെങ്കിൽ അവരെന്നിൽ നിന്നും അതാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകും. അതുകൊണ്ടാണല്ലോ എന്നോട് മാന്യമായിട്ട് ഇടപെട്ടത്. അപ്പൊ അതുകൊണ്ട് ഞാൻ തിരിച്ചെന്ത് ചെയ്യും? അതേ മാന്യതയിൽ അവരോട് ഇടപെടും. പക്ഷെ ഞാൻ മാന്യമായി ഇടപെട്ടിട്ടും തിരിച്ചെന്റെ അപ്പനെ വിളിച്ചുകൊണ്ടൊക്കെയാണ് അവർ സംസാരിക്കാൻ നിൽക്കുന്നതെങ്കിൽ എനിക്ക് മനസ്സിലാകും അവരെന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് മാന്യമായ ഇടപെടലല്ല, മറിച്ച് ഇതേ രീതിയിലുള്ള ഇടപെടലാണെന്ന്. അതുകൊണ്ടാണല്ലോ അവരങ്ങനെ എന്നോട് ഇടപെട്ടത്. എന്താണോ എന്നിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് അതനുസരിച്ചാണ് അവർ ഇടപെടുന്നത്. ഓക്കെ, ഞാൻ അതിന് റെഡിയാണ്. തിരിച്ച് അവരുടെ അപ്പന്റെ പേര് വിളിച്ചുകൊണ്ട് തന്നെ ഞാനും സംസാരിക്കും. എനിക്ക് അക്കാര്യത്തിൽ ഒരു മടിയുമില്ല. ഇവിടെ ഡോക്ടർ അനിൽ മുഹമ്മദ് എന്നെ അനിൽകുമാർ എന്നോ അനിൽകുമാർ അയ്യപ്പൻ എന്നോ അനിൽ അയ്യപ്പൻ എന്നോ വിളിക്കാതെ അയ്യപ്പൻ എന്ന് എന്റെ പിതാവിന്റെ പേര് മാത്രം വിളിച്ച് സംസാരിച്ചത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനും തിരിച്ച് അവന്റെ അപ്പന്റെ പേര് വിളിച്ചുകൊണ്ട് സംസാരിക്കണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നതെന്നാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് അനിൽ മുഹമ്മദ് എന്ന് ഞാൻ അവനെ വിളിക്കുകയില്ല, മുഹമ്മദ് എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ. അനിൽ കട്ട് ചെയ്ത് കളയുകയാണ്. എന്നെ കേൾക്കുന്ന മുസ്ലിം സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, നിഷ്കൻ മുഹമ്മദ് എന്നും നിഷ്കന്ദൻ മുഹമ്മദ് എന്നും നിഷ്ക്രാന്തൻ മുഹമ്മദ് എന്നും നിഷ്പുരുഷൻ മുഹമ്മദ് എന്നും നിഷ്കുഷിതൻ മുഹമ്മദ് എന്നും ഒക്കെ ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ ഞാൻ പറയുമ്പോൾ അത് 7-ാം നൂറ്റാണ്ടിൽ 51 വയസ്സ് പ്രായമുള്ളപ്പോൾ 6 വയസ്സ് തികയാത്ത ആയിഷയെ കെട്ടിയ നിങ്ങളുടെ മാതൃകാപുരുഷൻ മുഹമ്മദ് ഉണ്ടല്ലോ, ആ മുഹമ്മദിനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ നിഷ്പൻ സുഡു അനിൽ മുഹമ്മദിനെയാണ് ഞാൻ മുഹമ്മദ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നാണ്. അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കാര്യം വ്യക്തമാക്കിയതാണ് കേട്ടോ. പിന്നെ ഇവന്റെ ഡോക്ടറേറ്റ്, അത് 500 രൂപയ്ക്ക് 50 ഡോക്ടറേറ്റ് കൊടുക്കുന്ന ഏതോ ചാത്തൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിസ്കൗണ്ട് സെയിലിൽ ഡോക്ടറേറ്റ് വിൽപ്പന നടത്തുന്നത് കണ്ടപ്പോൾ ചില്ലറ കൊടുത്തവ വാങ്ങിയതാണെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. കാരണം ജെന്യുവിനായി ഡോക്ടറേറ്റ് നേടിയ ഒരാൾക്ക് റിസർച്ച് മെന്റാലിറ്റി ഉണ്ടാകും. കാര്യങ്ങളെ പഠിക്കാൻ റിസർച്ച് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവും. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യം ലോകത്ത് ഇന്നുവരെ ഒരു ചരിത്രകാരനും പറഞ്ഞിട്ടില്ലാത്ത ഞാൻ പുതുതായി കണ്ടെത്തിയ സിദ്ധാന്തമാണെന്നാണ് നിഷ്കണ്ടകൻ മുഹമ്മദ് അവന്റെ വീഡിയോയിൽ പറഞ്ഞത്. പേരിനെങ്കിലും അല്പം റിസർച്ച് മെന്റാലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അവനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുമായിരുന്നു, അന്നേരം പിടികിട്ടിയാനെ. ധാരാളം ചരിത്രകാരന്മാർ ഇഷ്ടംപോലെ തെളിവുകൾ നിരത്തിക്കൊണ്ട് പണ്ടേ പറയുന്ന കാര്യമാണിതെന്ന്. അതിനുള്ള റിസർച്ച് മെന്റാലിറ്റി പോലും ഇല്ലാത്ത ഈ നിഷ്പ്രജ്ഞൻ മുഹമ്മദ് ഡോക്ടറേറ്റിന്റെ തീസീസ് ഒക്കെ റിസർച്ച് ചെയ്ത് എഴുതാൻ നിൽക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഏതോ ചാത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിസ്കൗണ്ട് സെയിലിൽ വാങ്ങിയ സാധനമാണത്. നിഷ്ക്രാന്തൻ മുഹമ്മദിന്റെ കൈവശമുള്ള ഡോക്ടറേറ്റ് സർട്ടിഫിക്കറ്റിന് അത് അച്ചടിച്ച കടലാസിന്റെ വില പോലും ഇല്ലാത്തത് കൊണ്ട് അവനെ ഞാൻ ഡോക്ടർ എന്നൊക്കെ വിളിച്ച് ഇനി സമയം കളയുന്നില്ല. ഡോ എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ, ഡോക്ടർ മൊത്തം വിളിക്കുന്നില്ല, ഡോ. ഇവൻ കാശ് കൊടുത്തു വാങ്ങിയ ചുമ്മാ ഡോക്ടറേറ്റിന്റെ ചുരുക്കെഴുത്താണ് ഡോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഡോ നിഷ്കന്ദൻ മുഹമ്മദേ, ഞങ്ങളുടെ നാട്ടിൽ കാർന്നവന്മാര് പറയുന്നൊരു ചൊല്ലുണ്ട്, അടിയിരിക്കുന്നിടത്ത് തല ഉണ്ട് വെക്കരുതെന്ന്. സത്യത്തിൽ നീ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നിനക്ക് യാതൊരു അറിവുമില്ലാത്ത വിഷയത്തിൽ കയറി സംസാരിക്കാൻ വന്നതേ തെറ്റ്. അതിന്റെ ഒപ്പം ഈ പരിഹാസവും പുച്ഛവും വ്യക്തിയധിക്ഷേപവും പിന്നെ പെരിച്ചാഴി പുന്നല് കണ്ടതുപോലെയുള്ള ആ ഇളിയും കൂടിയാകുമ്പോൾ പറയുകയും വേണ്ട, അടി ഏതൊക്കെ ദിക്കിൽ നിന്നാണ് വരുന്നതെന്ന് ഒരു ഊഹവും നിനക്ക് കിട്ടില്ല. കാശില്ലാത്തവൻ കാശിക്ക് പോകണ്ടെന്ന് ഞങ്ങളുടെ നാട്ടിൽ കാരണവന്മാർ പറയും. അതായത് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ നിൽക്കണ്ടെന്ന്. പക്ഷെ നീ എന്താ ചെയ്തത്? കയ്യിൽ കാശില്ലെങ്കിലും കാശിക്ക് മാത്രമല്ല കാശി, രാമേശ്വരം, മധുര, പഴനിയൊക്കെ പോയി വരാനാണ് നീ നോക്കിയത്. അപ്പൊ പിന്നെ അതിന്റെ അനന്തരഫലം കൂടി അങ്ങോട്ട് അനുഭവിക്കുക, അത്രയോ ഉള്ളു കാര്യം. ഞങ്ങൾക്കെതിരെയുള്ള ഈ നിഷ്കിഞ്ചൻ മുഹമ്മദിന്റെ യൂട്യൂബ് വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും മുസ്ലിങ്ങളെല്ലാം എന്റെ അപ്പനെ വിളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന്. സാമ്പിളിൽ ഞാൻ ചിലത് കാണിച്ചു തരാം. അതെ, ബഷീർ എന്ന് പറയുന്ന ഒരുത്തൻ, വിവരവും വിവരക്കേടും രണ്ടാണ് അയ്യപ്പോ പയ്യപ്പോ എന്ന്. അനിലേന്നല്ല പറയുന്നത്, അയ്യപ്പോ പയ്യപ്പോ എന്നൊക്കെ പറഞ്ഞ എന്റെ അപ്പനെയാണ് അവൻ പരിഹസിക്കുന്നത്. ഇനി അടുത്തത് ഹമീദ് ചൊളയിൽ, അവൻ പറയാണ് മഹാപണ്ഡിതനാണെന്ന് തോന്നുന്നു അപ്പി അയ്യപ്പൻ. ഇനി അടുത്തത് ഉമർ ഫാറൂഖ്, അയ്യപ്പൻ എന്ന കരിങ്കുരങ്ങും 2 സാധാ കുരങ്ങന്മാരും മനുഷ്യനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ എന്നാണ് ഉമർ ഫാറൂഖ് പറഞ്ഞത്. ഇനി അടുത്തത് ക്യാം ഡോക്ടർ എന്ന് പറയുന്നവൻ, ഈ അപ്പിയോളജിസ്റ്റ് അയ്യപ്പൻ പാലസ്തീനിന്റെ ചരിത്രം എന്തറിയാം, ബൈബിൾ ശരിക്കും വായിച്ചിരുന്നെങ്കിൽ മിനിമം അറിവെങ്കിലും ഉണ്ടാകുമായിരുന്നു. അടുത്തത് യാസർ എംപി, അവനേതോ ചെർമനാണ്, ചെർമൻ എന്ത് ചരിത്രം. ഇവിടെയുള്ള ദളിതുകളൊക്കെ ഇത് കേൾക്കുന്നുണ്ടല്ല. ഈ മുസ്ലിങ്ങളുടെ ഒപ്പം കൂടിയിട്ടാണ് കുറെ ദളിത് സംഘടനകൾ ദളിത് മുസ്ലിം ഐക്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇവന്റെയൊക്കെ ഉള്ളിലിരിപ്പ് ഇതാണ്.
ചെറുമനാണെന്നും പറഞ്ഞു. ചെറുമൻ എന്ത് ചരിത്രം എന്ന്? എടാ നിനക്കൊന്നും ചരിത്രബോധമില്ലാത്തത് കൊണ്ടാണ് ഈ ഡയലോഗ് അടിച്ചത് നീ. ചെറുമനുള്ളതുപോലെ ചരിത്രം ഈ നാട്ടിൽ വേറെ ആർക്കാടാ ഉള്ളത്? ഈ മണ്ണിന്റെ മക്കളാണ് അവര്, മനസ്സിലായ? ഈ മണ്ണിന്റെ മക്കള്, തദ്ദേശവാസികള്, അറബി കല്യാണത്തിലുണ്ടായവരല്ല, നിക്കാമുത്തയിലുണ്ടായവരല്ല. പിടികിട്ടിയ? ഈ നാട്ടിലുള്ളവർ, ഈ നാട്ടിലത്തെ ആളുകൾ, അവർക്ക് എന്ത് ചരിത്രം എന്നല്ലേ? അത് പോട്ടെ. അത് വിശദീകരിച്ചൊക്കെ ചിലപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും പറയാം. ഇവര് തന്നെ അവസരം ഉണ്ടാക്കി തരും, അന്നേരം ഞാൻ വിശദീകരിച്ച് പറയാം. അടുത്തത് MS ഖാൻ. അയ്യപ്പോ ഇയാൾ സഹാറ ആയിരിക്കും കണ്ടതെന്നാണ് പറയുന്നത്. അതായത് ആ പ്രദേശത്ത് അത് മരുഭൂമിവൽക്കരിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്, സഹാറ ആയിരിക്കും കണ്ടതെന്ന്. അബ്ദുൾ മജീദ് പറയാണ് അപ്പിക്കുമാർ അയ്യപ്പൻ അപ്പിക്കാളജിസ്റ്റ്. ഇനി വേറൊരുത്തൻ നവാസ് ചുക്കുടൻ. എന്തോന്ന് ചുക്കുടനാണ് നീയൊക്കെ. അവൻ പറയാണ് ഈ അയ്യപ്പൻ പൊട്ടനോട് ആര് പറഞ്ഞു മനസ്സിലാക്കാൻ? ഇത് കേൾക്കുമ്പോൾ തല നിലത്തടിക്കാനാണ് തോന്നുന്നത്. ഈ പൊട്ടത്തരം കേൾക്കാൻ 2 പൊട്ടന്മാരും. ഇനി അടുത്ത ജിജു. 10ാം ക്ലാസ്സും ഗുസ്തിയും മാത്രം കൈമുതലായ അയ്യപ്പൻ എന്ത് ചരിത്രം, എന്ത് സയൻസ്, വായിൽ വന്നത് കോതയ്ക്ക് പാട്ട്. 10ാം ക്ലാസ്സും ഗുസ്തി. എടാ എനിക്ക് 10ാം ക്ലാസ് എങ്കിലും ഇല്ലേ? 10ാം ക്ലാസ് ഇല്ലേ? നിന്റെയൊക്കെ പ്രവാചകൻ എന്ന് പറഞ്ഞു നടക്കുന്നവൻ എഴുത്തും വായനയും പോലും അറിയാമായിരുന്നോടാ. എഴുത്തും വായനയും. അവസാനം വരെ നിരക്ഷരകുക്ഷിയായിട്ടല്ലേ ജീവിച്ചത് ആ പുള്ളി. അപ്പൊ ആ പുള്ളിയുടെ മുമ്പിലൊക്കെ ഞാൻ എത്ര മേലെയാന്ന് നിനക്കറിയോ? എനിക്ക് എന്റെ മാതൃഭാഷ എഴുതാനും വായിക്കാനും അറിയാം. അതുകൂടാതെ വേറെ 6 ഭാഷ ദൈവകൃപയാൽ എനിക്ക് എഴുതാനും വായിക്കാനും അറിയാം. എഴുതാനും വായിക്കാനേ അറിയുള്ളൂ. അതിനകത്ത് എക്സ്പെർട്ട് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. തമിഴ് മാത്രമാണ് ഞാൻ അതിൽ വേറെ, മലയാളം പോലെ തന്നെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് തമിഴ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇംഗ്ലീഷ് ഒരുവിധം കേട്ടാൽ എനിക്ക് മനസ്സിലാവുകയും ചെയ്യും. അതിൽ ഞാൻ സംസാരിക്കാൻ അത്ര ഫ്ലുവന്റ് അല്ല. ഓക്കെ. പക്ഷെ എന്തോ ആയിക്കോട്ടെ, എനിക്ക് ഏറ്റവും കുറഞ്ഞത് എന്റെ മാതൃഭാഷ എഴുതാനും വായിക്കാൻ അറിയാലോ. നിന്റെ പ്രവാചകൻ അതറിയാമായിരുന്നോ? ആ പുള്ളിക്ക് ആദ്യം കിട്ടിയ കൽപ്പന അതാണ്, വായിക്കുക എന്ന് പറഞ്ഞ് ഫസ്റ്റ് തന്നെ പറഞ്ഞ് കിട്ടിയ കൽപ്പന അതാണ്. ജിബ്രീൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഞെക്കിയാലോ, ധൃതരാഷ്ട്രകാലം ഇങ്ങനെ നടത്തിയിട്ട് ആദ്യം പറഞ്ഞ് വായിക്കുക എന്ന്. ചാകുന്നവരെ ആ പുള്ളി ആ കൽപ്പന അനുസരിച്ചോ? ഒന്നാമത് കിട്ടിയ കൽപ്പന അതുപോലും അനുസരിച്ചില്ല. 23 കൊല്ലം പിന്നെ ജീവിച്ചിരുന്നു. 23 കൊല്ലം കൊണ്ടൊക്കെ മാതൃഭാഷ ഏതൊരുത്തിനും എഴുതാനും വായിക്കാനും പഠിക്കാൻ പറ്റും? ചെയ്തില്ല, പുള്ളി ചെയ്തില്ല. അതിന് പോലും ഒരു വിലയും കൽപ്പിച്ചില്ല. പുള്ളിക്ക് ഈ പെണ്ണുകെട്ടലും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു, കൊള്ളയടിയും ഇതൊക്കെ ആയിരുന്നു പ്രധാനം, അല്ലാണ്ട് ഇതൊന്നും ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് 10ാം ക്ലാസ്സും ഗുസ്തി എന്നും പറഞ്ഞ് എന്നെ കളിയാക്കാൻ വരരുത്. അതിന്റെ പ്രവാചകനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയേണ്ടി വരും. പറയാതിരിപ്പിക്കുകയാണ് നല്ലത്. പിന്നെ കുറ്റം പറയരുതല്ലോ. എല്ലാ മുസ്ലിങ്ങളും അയ്യപ്പൻ എന്ന് വിളിച്ചുകൊണ്ടല്ല അവിടെ കമന്റ് ഇട്ടിരിക്കുന്നത്. ചില മുസ്ലിങ്ങൾ അനിൽ അയ്യപ്പൻ എന്ന് വിളിച്ചും കമന്റ് ഇട്ടിട്ടുണ്ട്. അതും നോക്കാം. അത് ഷിഹാദ് എന്ന് പറയുന്ന ഒരുത്തൻ, അനിൽ അയ്യപ്പൻ നായിക്ക് പിറന്നവൻ, സംഘിക്ക് പിറന്നവൻ, അവന്റെ തള്ളയുടെ കുഴപ്പം എന്നാണ് അവൻ പറഞ്ഞത്. ഇതുവൻ അപ്പനല്ല വിളിച്ചിരിക്കുന്നത് തന്നെയാണ്, അല്ലയ്യപ്പൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്റെ അപ്പൻ നായാണെന്നാണ് അവൻ പറയുന്നത്. നായിക്ക് പറഞ്ഞവനാണ്, അവന്റെ തള്ളയുടെ കുഴപ്പം. എന്റെ അമ്മേനെയും പറഞ്ഞു. ഇനി അത് കഴിഞ്ഞ് വേറൊരുത്തൻ, മുഹമ്മദ് അഷറഫ് എന്ന് പറയുന്നവൻ, ഹറാത്തിലുണ്ടായ അയ്യപ്പ, ഇത് എന്നെ അല്ലാട്ടോ പറയുന്നത്, അപ്പനെയാണ്, എന്റെ അപ്പനെയാണ്. ഹറാത്തിലുണ്ടായ അയ്യപ്പ സ്വന്തം തന്ത എങ്ങനെ ഉണ്ടായി എന്നതെങ്കിലും ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തണം പ്ലീസ്. മരിക്കുന്നതിന് മുമ്പ് കൂടെ ഉള്ളവരെയും ഉറപ്പിക്കണം. അപ്പൂൻ എന്റെ അപ്പനോട് പറയാണ് സ്വന്തം തന്ത എന്ന് വെച്ചാൽ എന്റെ അപ്പൂപ്പനെയും പറഞ്ഞു ഇവൻ. എന്റെ പേര് അൽകുമാർ എന്നാണെന്നും അയ്യപ്പൻ എന്നത് എന്റെ പിതാവിന്റെ പേരാണെന്നും അദ്ദേഹം മരിച്ചുപോയ ആളാണെന്നും ഞാൻ ഈ ദാവാക്കാരോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. പല പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ദാവാക്കാർ ഉത്തരം മുട്ടുമ്പോൾ എന്നെ തെറി വിളിക്കാതെ മരിച്ചുപോയ എന്റെ അപ്പനെ തെറി വിളിച്ച് നിർവൃത്തി കൊള്ളൂ. ഏതാണ്ട് 10-15 കൊല്ലത്തിന് മുകളിലായി ഇത് ഞാൻ അനുഭവിക്കുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മുസ്ലിങ്ങളുടെ ഈ മെന്റാലിറ്റിയെ കുറിച്ചാണ്. ഡോക്ടറേറ്റ് നേടിയെന്ന് അവകാശപ്പെടുന്ന അനിൽ മുഹമ്മദ് ആയാലും അതല്ല ലോ ക്ലാസ് ആയി നടക്കുന്ന മുഹമ്മദിനെ പോലെയൊക്കെയുള്ള ലോ ക്ലാസ് ലെവലിൽ നടക്കുന്ന സാധാ മുസ്ലിം ആയാലും അവർക്കെതിരെ സംസാരിക്കുന്നവരുടെ അപ്പന് വിളിക്കുന്ന ഈ സ്വഭാവം എന്തുകൊണ്ടാണ് അവരിൽ ഉറച്ചു പോയിരിക്കുന്നത്? ഇതിന്റെ മനഃശാസ്ത്രം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? മറ്റുള്ളവരുടെ അപ്പനെ വിളിക്കുന്ന ആളുകളെ, അത് മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും മതമില്ലാത്ത ആളുകളെയും പല ഇതിൽപ്പെട്ട ആൾക്കാർ, ഇവരൊക്കെ ഞാൻ സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ മറ്റുള്ളവരുടെ അപ്പനെ വിളിക്കുന്നത് എന്നറിയാം. അപ്പൊ ഇതിന്റെ മനഃശാസ്ത്രം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പൊ ആ സൂക്ഷ്മ നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് പിടികിട്ടിയ കാര്യങ്ങൾ ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ മറ്റുള്ളവരെ അപ്പനെ വിളിക്കുന്നത്? ഇതെല്ലാം ഒറ്റ കാറ്റഗറിയിൽ ഒതുങ്ങുന്നതല്ല, പല പല കാറ്റഗറികളാണ്, പല കാറ്റഗറിയിൽ വരുന്നതാണ്. എന്റെ ഇതിൽ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു 6, മൊത്തം 7 ഉണ്ട്. 7ാമത്തെ ഇത് ഞാൻ പറയുന്നില്ല, 7ാമത്തെ കാറ്റഗറി ഞാൻ ഇപ്പൊ തൽക്കാലം ഇവിടെ പറയുന്നില്ല. 6 കാറ്റഗറി എനിക്ക് മനസ്സിലായതുണ്ട്. ഞാൻ 6 കാറ്റഗറിയെ കുറിച്ച് പറയാം. ഇതാണ് ഇതിന്റെ കാരണം. ഒന്നാമത്തെ ടീം എന്ന് പറയുന്നത് ചൂണ്ടിക്കാണിക്കാൻ ഒരു പിതാവില്ലാതെ ജനിച്ചതിന്റെ അപകർഷത മനസ്സിലേൽപ്പിച്ചിരിക്കുന്ന ആഘാതമുള്ളവർ. ഈ ആഘാതം മറയ്ക്കാൻ വേണ്ടി അവർ മറ്റുള്ളവരുടെ അപ്പനെ വിളിക്കും. മനസ്സിലായോ? അപ്പൊ ചില ആളുകളുടെ പ്രശ്നം ഇതാണ്. ഈ രണ്ടാമത്തെ കൂട്ടർ
പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ രണ്ട് കൈയിലെയും വിരലുകൾ പോരാതെ വരികയും അവസാനം നാട്ടിലെ സഹകരണ സംഘത്തിന് നേർക്ക് വിരൽ ചൂണ്ടിക്കാണിക്കേണ്ട ഗതികേട് ഉണ്ടാകുകയും ചെയ്യുന്നവർ. ഒറ്റ തന്തയ്ക്ക് ജനിച്ചവരെ കാണുമ്പോൾ അസൂയ മുഴുത്തിട്ട് ഇവർ അവരുടെ പിതാവിനെ തെറി വിളിക്കും. അതങ്ങനെ ഒരു കൂട്ടം ആളുകൾ. ഇനി മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള ഒരു ടീമുണ്ട്. ഖുർആൻ പറയുന്നത് പ്രകാരം 3ഉം 4ഉം കല്യാണം കഴിച്ച് ചുറ്റി നടന്ന പിതാവിന്റെ മകനായി ജനിച്ചതുകൊണ്ട് പിതാവിൽ നിന്നുള്ള സ്നേഹം ശരിയായ വിധത്തിൽ അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവര്, തങ്ങൾക്ക് കിട്ടാത്ത ഭാഗ്യം മറ്റുള്ളവർക്ക് കിട്ടുന്നത് കൊണ്ടുണ്ടാകുന്ന അസൂയ മൂലം ഇവർ മറ്റുള്ളവരുടെ പിതാവിനെ തെറി വിളിക്കും. അത് മൂന്നാമത്തെ കാറ്റഗറി വരുന്ന ടീം. ഇനി അടുത്തത് നാലാമത്തെ കാറ്റഗറിയിലുള്ളവര്. വിത്തുകാളയെപ്പോലെ നാട് നീളെ മക്കളുണ്ടാക്കി നടന്നവനിൽ നിന്ന് ജനിച്ചതിന്റെ അരക്ഷിത ബോധമുള്ളവർ. കുട്ടിക്കാലത്ത് പിതാവ് ചിലവിന് തരാത്തത് മൂലം അനുഭവിച്ച കഷ്ടപ്പാടുകൾ കാരണം ഇവർ കുടുംബത്തിന്റെ സുരക്ഷിത ബോധത്തിൽ വളർന്നു വന്നവരോട് അസൂയ മൂത്ത് അവരുടെ പിതാവിനെ തെറി വിളിക്കും. അഞ്ചാമത്തെ കൂട്ടര്, അതുവരെ താൻ പിതാവാണെന്ന് ധരിച്ചു വെച്ച ആൾ സത്യത്തിൽ തന്റെ പിതാവല്ല എന്ന് തിരിച്ചറിവ് ഉണ്ടായ ആളുകൾ. ഈ തിരിച്ചറിവ് അവരിൽ ഏൽപ്പിക്കുന്ന മാനസികാഘാതം വളരെ വലുതായിരിക്കും. അതിന്റെ ദേഷ്യം ഇവർ മറ്റുള്ളവരുടെ പിതാക്കന്മാരെ തെറി വിളിച്ച് തീർക്കും. മനസ്സിലായോ? ഇത് അഞ്ചാമത്തെ കാറ്റഗറി വരുന്നവര്. ഇനി ആറാമത്തെ കാറ്റഗറി അതെന്താണെന്ന് വെച്ചാൽ സ്വന്തം പിതാവിനെ ബഹുമാനിക്കാത്ത കുടുംബത്തിൽ വളർന്നു വന്ന ആളുകൾ. ഈ സ്വന്തം പിതാവിനെ ബഹുമാനിക്കാൻ അറിയാത്തവൻ എങ്ങനെയാണ് മറ്റൊരുത്തന്റെ പിതാവിനെ ബഹുമാനിക്കുക? അവനതൊരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് അവൻ സ്വന്തം പിതാവിനെ വിളിക്കുന്ന പോലെ മറ്റുള്ളവന്റെ പിതാവിനെയും തെറി വിളിക്കും. ഇനി ഏഴാമതൊരു കൂട്ടം ആളുകളുണ്ട്. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഇവന്മാരുടെ ചൊറിച്ചിൽ കൂടുകയാണെങ്കിൽ പിന്നീട് പറയാം. സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഇവരാരും സത്യത്തിൽ മറ്റുള്ളവരുടെ പിതാവിനെയല്ല സ്വന്തം പിതാവിനെ തന്നെയാണ് തെറി വിളിക്കുന്നത് എന്നുള്ള കാര്യം. സ്വന്തം പിതാവിനോടുള്ള ദേഷ്യമാണ് ഇവർ മറ്റുള്ളവരുടെ പിതാവിനോട് തീർക്കുന്നത്. മറ്റുള്ളവരെ പോലെ ഒറ്റ തന്തയ്ക്ക് നല്ലൊരു കുടുംബത്തിൽ ജനിച്ചിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം അവരുടെ ഉള്ളിൽ അത്രമാത്രം കലശലായതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പ്രതികരിച്ചു പോകുന്നത്. മറ്റുള്ളവർക്ക് ലഭ്യമായ സൗഭാഗ്യം തങ്ങൾക്ക് നിഷേധിച്ചു കളഞ്ഞ തങ്ങളുടെ പിതാവിനെയാണ് സത്യത്തിൽ അവർ തെറി വിളിക്കുന്നത്. ഇക്കാര്യം മനസ്സിലായതിൽ പിന്നെ എനിക്ക് ഇങ്ങനെയുള്ളവരോട് സഹതാപം മാത്രമേ തോന്നിയിട്ടുള്ളൂ. അതിപ്പോ ഈ അനിൽ മുഹമ്മദിന്റെ കാര്യത്തിലായാലും ബാക്കി അവിടെ കമന്റ് ഇട്ട അവിടെ മാത്രമല്ല, മുഹമ്മദ് ഈസയുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുണ്ട് ഇങ്ങനെ കമന്റ് ഇടുന്നവരെ കാണാം, എന്റെ അപ്പനെ വിളിച്ചുകൊണ്ട്. അപ്പൊ അവരോടൊക്കെ എനിക്ക് ഇങ്ങനെയുള്ള ഒരു സഹതാപം മാത്രമേ തോന്നിയിട്ടുള്ളൂ. നിഷ്ക്രാന്ത മുഹമ്മദേ, ഞാൻ ഈ പറഞ്ഞ 6 കാറ്റഗറിയിൽ ഏതിലാണ് നീ ഉൾപ്പെടുന്നതെന്നും പറയാമോ? ഡോക്ടറേറ്റ് വരെ ഉണ്ടായിട്ടും നീ ഇങ്ങനെ മറ്റുള്ളവരുടെ അപ്പനെ വിളിച്ച് നടക്കുന്നതിന്റെ കാരണം അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാണ്. പറയാൻ നിനക്ക് നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ നീ പറയണമെന്നില്ല. എനിക്ക് നിന്റെ ഗതികെട്ട അവസ്ഥ ശരിക്കും മനസ്സിലാകും. എന്നാലും കൗതുകം കൊണ്ട് ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടാ. നിഷ്കണ്ഠം മുഹമ്മദ്, താൻ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ട്രൂത്ത് ഫൈറ്റേഴ്സിലെ ആൾക്കാരെ കുറിച്ച് നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നിനക്ക് പരിചയമുള്ള ക്രിസ്ത്യൻ നാമധാരികളെ പോലെയാണ് ഞങ്ങളെന്നോ? സൗജന്യമായി ഈന്തപ്പഴവും ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടുമെങ്കിൽ നീയൊക്കെ പറയുന്ന എന്ത് വൃത്തികേടുകൾക്കും തലയാട്ടുകയും തങ്ങളുടെ കീഴിലുള്ള ക്രിസ്ത്യാനികളെ കൊണ്ട് ആ വൃത്തികേടുകൾക്ക് തലയാട്ടിക്കുകയും ചെയ്യുന്ന തുമ്പുകെട്ട ഇടയന്മാരെയേ നീ കണ്ടിട്ടുള്ളൂ. സത്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുന്ന, നേരോടെ നിർഭയമായി നിൽക്കുന്ന നട്ടെല്ലുള്ള ക്രിസ്ത്യാനികളെ ശരിയായ രീതിയിൽ കണ്ടുമുട്ടാത്തതിന്റെ കുറവാണ് നിനക്കുള്ളത്. ഏതായാലും ദൈവം അനുവദിക്കുന്ന പക്ഷം നിന്റെ ആ കുറവ് ഞങ്ങൾ പരിഹരിച്ചു തരും. ട്രൂത്ത് ഫൈറ്റേഴ്സിലുള്ളവർ ഇടവപ്പാതി കണ്ട് ഓടുന്നവരുമല്ല, തുലാപ്പെയ്ത്ത് കണ്ട് നിൽക്കുന്നവരുമല്ല. ഇല്ലാത്തത് പറഞ്ഞ് ഇണങ്ങുന്നതിനേക്കാൾ ഉള്ളത് പറഞ്ഞ് പിണങ്ങുന്നതാണ് നല്ലത് എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ. സത്യം പറയുന്നതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് തന്നെ ഗമിക്കുന്ന ടീമാണ് ട്രൂത്ത് ഫൈറ്റേഴ്സ്. ദൈവം അനുവദിച്ചാൽ അത് നിനക്കിനി വരും നാളുകളിൽ മനസ്സിലാകും. ഈ നിഷ്പക്ഷുടായിപ്പിസ്റ്റ് നിഷ്കന്ദൻ മുഹമ്മദിനെയും മുഹമ്മദ് ഈസയോടൊപ്പം ഞങ്ങൾ സിൽമേലെടുത്തിരിക്കുകയാണ്. അപ്പൊ ദൈവം അനുവദിച്ചാൽ നിഷ്കിഞ്ചൻ മുഹമ്മദിന്റെ 15 മിനിറ്റ് വീഡിയോയ്ക്കുള്ള മറുപടി വീഡിയോകൾ ഞങ്ങൾ ട്രൂത്ത് ഫൈറ്റേഴ്സ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. കാരണം മുഹമ്മദ് ഈസയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ ഈ പുള്ളി വന്നിരിക്കുന്നത്. രണ്ടും പരസ്പര ബന്ധമുള്ളതാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കാം, കുഴപ്പമില്ല. ഇത് രണ്ട് വിഷയമല്ല, ഒരേ വിഷയം തന്നെയാണ്. അതുകൊണ്ട് 2 കൂട്ടർക്കും മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ, 2 പേരെ റോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ദൈവം അനുവദിച്ച ഇനി വീഡിയോകൾ വരും. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തു നമ്മളെല്ലാവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.
ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.